നമസ്കാരം, ഏവർക്കും ലുലു പ്രൈപ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആത്തച്ചക്കയെക്കുറിച്ചാണ്. ആത്തച്ചക്ക എന്നും പറയാം, ഇതിന് ആനമുന്തിരി എന്നും പറയാറുണ്ട്. ഇത് അനോനേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ചെറു വൃക്ഷത്തിലെ ഫലമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അനോന റെറ്റിക്കുലേറ്റ എന്നാണ്. ഇതിൻ്റെ ജന്മദേശം അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 5 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ ഇവ വളരും. തെക്കൻ കേരളത്തിൽ ഇതിനെ ആനമുന്തിരി എന്നും കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങളിൽ സൈനാപ്പഴം എന്നും വിളിക്കും. നമ്മുടെ നാട്ടിൽ വളരുന്ന ആത്തകളിൽ പൊതുവെ വളരെ കുറച്ച് ഫലങ്ങളെ ഉണ്ടാകാറുള്ളൂ. മഴക്കാലത്തുണ്ടാകുന്ന പുഷ്പം, അതിൽ നിന്ന് ധാരാളം നല്ല വിളവ് കിട്ടും. ഏകദേശം 20 വർഷത്തോളം വിളവ് ലഭിക്കും. സാമ്പത്തിക പ്രാധാന്യം ഇതിന് വളരെയുണ്ട്. ഇതിൻ്റെ ഫലം, വിത്ത്, വേര്, ഇല ഇവ ഔഷധത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. പിത്തത്തെ കുറയ്ക്കാനും അതുപോലെ തന്നെ വാദം കൂട്ടും കേട്ടോ. പഴം ഞരമ്പുകൾക്ക് നല്ല ഉണർവും മാംസപേശികൾക്ക് ശക്തിയും നൽകും. പഴുത്ത പഴങ്ങൾ പിളർന്ന് നോക്കിയാൽ വെള്ള നിറത്തിലുള്ള ഭാഗവും അതിനുള്ളിൽ കറുത്ത വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ, നല്ല ഡാർക്ക് ഗ്രീനാണ്. അതുപോലെ ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും സമതുലിതമായ അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്ന ചുരുക്കം ചില പഴങ്ങളിലൊന്നാണ് നമ്മുടെ ആത്തച്ചക്ക. ശരീരത്തിലെ രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഉയർന്ന അളവിലുള്ള മഗ്നീഷ്യം മിനുസമാർന്ന ഹൃദയപേശികൾ അയവ് വരുത്തുന്നത് വഴി സ്ട്രോക്കും ഹൃദയാഘാതവും തടയുന്നു. ഫൈബറും നിയാസിനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ക്ഷീണത്തെയൊക്കെ ചെറുക്കാൻ ഇത് വളരെ നല്ല ഫ്രൂട്ടാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ്. വൈറ്റമിൻ സി, റൈബോഫ്ലേവിൻ എന്നിവയാൽ സമ്പന്നമാണ് ഈ ആത്തച്ചക്ക. ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്ന് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും ഇവ സഹായിക്കുന്നു. ഈ പഴത്തിലെ അവശ്യ പോഷകങ്ങൾ കണ്ണുകൾ വരണ്ടു പോകുന്നത് തടയുകയും ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രകൃതിദത്ത ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഇതിനുണ്ട്. ധാരാളം ഫ്ലവനോയിഡുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ട്യൂമറുകളും ക്യാൻസറുകളും ചികിത്സിക്കാൻ സഹായിക്കുന്നത്. ഇതിലുള്ള ആൽക്കലോയിഡുകൾ, അസ്ട്രോജനിൻ തുടങ്ങിയ മൂലകങ്ങൾ നമ്മുടെ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്കും ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു. ബുള്ളറ്റാസിൻ, അസിമിസിൻ എന്നീ 2 ആൻറ്റി ഓക്സിഡൻറ്റ് സംയുക്തങ്ങൾക്ക്, അതായത് ബുള്ളറ്റാസിൻ, അസിമിസിൻ എന്നിവ 2 ആൻറ്റി ഓക്സിഡൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ സംയുക്തങ്ങൾക്ക് ആൻറ്റി ഹെൽമിൽത്ത്, ആൻറ്റി ക്യാൻസർ ഗുണങ്ങളും ഉണ്ട്. ഫ്രീ റാഡിക്കലുകളുടെ ഫലങ്ങളെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയുന്നു. അപ്പം വളരെയധികം ഗുണങ്ങൾ നിറഞ്ഞ ഈ ആത്തച്ചക്ക, അതായത് ഒത്തിരി വിലയാണിതിന് കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെ നാട്ടിൻപുറത്തൊക്കെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങനെയൊന്നും കിട്ടാറില്ല. ഇതിൻ്റെ മൂല്യം, പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അതിന് ആവശ്യക്കാർ കൂടി. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും വളരെയധികം കൂടി. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് വളരെ അവിചാരിതമായി കിട്ടിയതാണ് ഈ ഫ്രൂട്ട്, ഈ ആത്തച്ചക്ക, അതായത് ആനമുന്തിരി. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോയും ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ ആത്തച്ചക്കയെ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയാൽ വാങ്ങി കഴിക്കണം കേട്ടോ. ഇവിടെ ആത്തച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത ഭാഗം കണ്ടോ, ഇത് നല്ല വൈറ്റ് കളറാണ്. അതുപോലെ നല്ല ബ്ലാക്ക് സീഡും ഉണ്ട്. അതിൻ്റെ വിത്താണ്ടെന്നുള്ള പിന്നെ വിത്താണ്ടെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ വിത്തുണ്ടെന്ന ഭാഗം മാത്രം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. സീഡും നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നല്ല ഒരു ചെറിയൊരു പുളിയും മധുരവും കൂടെ ചേർന്ന ടേസ്റ്റാണ് ഇതിനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.